സുഹൃത്തുക്കളെ, നിങ്ങൾ തമ്പലയിലൊക്കെ കണ്ടുപോലെ തന്നെ വാഹന ലോകത്ത് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് സുസുക്കി സ്വിഫ്റ്റിന്റെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചെന്നുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും ജനപ്രീതി ആർജിച്ച കാറാണ് സ്വിഫ്റ്റ്. പ്രൊഡക്ഷൻ തുടങ്ങിയ കാലം മുതൽ ഇതുവരെ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന ടോപ്പ് 10 കാറുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഒരു സ്ഥാനം എപ്പോഴും ഈ സ്വിഫ്റ്റിനുണ്ടായിരുന്നു. അത്രയും കാറുകൾ മാരുതി സുസുക്കിയെ ഇന്ത്യയിൽ മാരുതി സുസുക്കിയാക്കിയ, അതിൻ്റെ ജനപ്രീതി വർദ്ധിപ്പിച്ച മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് സ്വിഫ്റ്റ്. അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തി എന്ന് പറയുമ്പോൾ എന്നെപ്പോലെ നിങ്ങളും അമ്പരന്നിട്ടുണ്ടാവും. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? അതെ, സുസുക്കി സ്വിഫ്റ്റിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇന്ത്യയിലല്ല, അങ്ങ് ജപ്പാനിലാണ്. അങ്ങ് ജപ്പാനിലല്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ വരട്ടെ. ഇതൊരു സ്വിഫ്റ്റിനെയോ ഒരു സുസുക്കിയെയോ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ടി.വികൾ, വാഹനങ്ങൾ ഇവയൊക്കെ നിർമ്മിക്കാൻ ആവശ്യമായി വരുന്ന റെയർ എർത്ത് മൂലകങ്ങൾ അല്ലെങ്കിൽ റെയർ എർത്ത് ലോഹങ്ങൾ കയറ്റുമതി ചെയ്യാൻ ചൈന ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത്. ഈ അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ മുഴുവൻ വാഹന നിർമ്മാതാക്കളും പ്രൊഡക്ഷൻ നിർത്തിവെക്കേണ്ട അവസ്ഥ വരും. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനികൾ അവരുടെ പ്രൊഡക്ഷനുകൾ നിർത്തിവെക്കേണ്ട സാഹചര്യങ്ങൾ വരും. സ്പെയർ പാർട്സുകൾ കിട്ടാതെയാവും. വാഹനങ്ങളുടെയും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെയും വില കുത്തനെ കൂടും. നമ്മുടെ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കും. അങ്ങനെ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ചൈന അവരുടെ ഒരു ലോഹത്തിന്റെ കയറ്റുമതിയിൽ ഏർപ്പെടുത്തിയ ഒരു നിയന്ത്രണം കൊണ്ട് ലോകത്ത് ഇത്രമാത്രം പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ സാധിക്കുമോ? എന്താണ് റെയർ എർത്ത് ലോഹങ്ങൾ? വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് റെയർ എർത്ത് എലമെന്റ്സ്? പേര് സൂചിപ്പിക്കുന്ന പോലെ ഇവ അത്ര റെയർ ഒന്നുമല്ല. ഭൂമിയുടെ ഉപരിതലത്തിൽ ഇവ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇവയെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ വളരെ സങ്കീർണവും ചെലവേറിയതുമാണ്. സെറിയം, ലാന്തനം, എർബിയം തുടങ്ങിയ 17 മൂലകങ്ങളെയാണ് റെയർ എർത്ത് എലമെൻറ്റ് അല്ലെങ്കിൽ റെയർ എർത്ത് ലോഹങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ സ്മാർട്ട് ഫോണിലെ ടച്ച് സ്ക്രീനുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കളേഴ്സ് വ്യക്തമായിട്ട് കാണിക്കുന്നതിനും ഈ ലോഹങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അതുപോലെ മാഗ്നറ്റുകൾ, ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ബാറ്ററികൾ, സെൻസറുകൾ, ചിപ്പുകൾ, കാറ്റാടി യന്ത്രങ്ങൾ, പ്രതിരോധ മേഖലയിലെ മിസൈൽ സംവിധാനങ്ങൾ തുടങ്ങി ആധുനിക സാങ്കേതിക വിദ്യയിൽ ഈ ലോഹങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനമുണ്ട്. എന്തുകൊണ്ടാണ് ചൈന ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സമയത്ത് ലോക രാജ്യങ്ങളിൽ ഇത്രയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ലോകത്ത് മൊത്തത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന റെയർ എർത്ത് ലോഹങ്ങളിൽ 80 മുതൽ 90% വരെയും ഉൽപ്പാദിപ്പിക്കുന്നതും ശുദ്ധീകരിക്കുന്നതും ചൈനയാണ്. അമേരിക്കയും ജപ്പാനും ഇന്ത്യയും ഉൾപ്പെടെയുള്ള മറ്റ് ലോകരാജ്യങ്ങൾ റെയർ എർത്ത് ലോഹങ്ങളുടെ ഉൽപ്പാദനത്തിനും ശുദ്ധീകരണത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തിടത്തോളം കാലം ചൈന ഏർപ്പെടുത്തുന്ന ഏതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും മറ്റ് ലോകരാജ്യങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും. മറ്റു രാജ്യങ്ങൾക്ക് ആവശ്യമായ റെയർ എർത്ത് ലോഹങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ അവയെ ആശ്രയിച്ചുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം നിലയ്ക്കും, അല്ലെങ്കിൽ അത് മന്ദഗതിയിലാവും. എന്തുകൊണ്ടാണ് ചൈന ഈ ഒരു നിയന്ത്രണം കൊണ്ടുവന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രേഡ് വാറാണ്. ഈ ട്രേഡ് വാർ ഔദ്യോഗികമായി ആരംഭിക്കുന്നത് 2018 ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ്. ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന ഉൽപ്പന്നങ്ങളുടെ മൂല്യം അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് പോകുന്ന ഉൽപ്പന്നങ്ങളുടെ മൂല്യത്തേക്കാൾ ഒരുപാട് കൂടുതലായിരുന്നു. ഇത് അമേരിക്കയിൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്ന് ട്രംപ് ഭരണകൂടം ആരോപിച്ചു. ഇതുപോലെയുള്ള മറ്റ് പല കാരണങ്ങളും നിരത്തി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് ഏർപ്പെടുത്താൻ തുടങ്ങി. അതിനെതിരായി ചൈനയും സമാനമായ ടാക്സ് ഏർപ്പെടുത്തി. അങ്ങനെയാണ് ഈ ട്രേഡ് വാറിൻ്റെ ആരംഭം. ട്രംപ് രണ്ടാമതും പ്രസിഡന്റായി വന്നപ്പോൾ വീണ്ടും ഈ പ്രശ്നം രൂക്ഷമായി. രണ്ട് രാജ്യങ്ങളും പരസ്പരം ടാക്സ് വർദ്ധിപ്പിച്ച് 245% വരെ എത്തി. മെയ് 12 സ്വിറ്റ്സർലാൻഡിൽ വെച്ച് നടന്ന ചർച്ചകളുടെ ഭാഗമായി താൽക്കാലികമായി ഈ ടാക്സുകൾ കുറച്ചിട്ടുണ്ട്. ടാക്സ് വർദ്ധിപ്പിച്ചതിനുള്ള പ്രതികാര നടപടിയായാണ് തങ്ങൾക്ക് മേൽക്കോയ്മയുള്ള റെയർ എർത്ത് എലമെൻറ്റിൻ്റെ കയറ്റുമതിയിൽ ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്ന് കരുതുന്നു.
റെയർ എർത്ത് ലോഹങ്ങൾ കിട്ടാതെ വന്നപ്പോൾ സുസുക്കി സ്വിഫ്റ്റിൻ്റെ നിർമ്മാണം മെയ് 26 മുതൽ ജൂൺ 6 വരെ നിർത്തിവെക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് അത് ജൂൺ 13 പ്രൊഡക്ഷൻ ഭാഗികമായി ആരംഭിക്കുമെന്നും ജൂൺ 16 പൂർണ്ണമായും പുനരാരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ സ്വിഫ്റ്റ് പതിവ് പോലെ പ്രൊഡക്ഷൻ നടക്കുന്നുമുണ്ട്. റെയർ എർത്ത് എലമെൻറ്റിൻ്റെ അഭാവം മൂലം പ്രൊഡക്ഷൻ നിർത്തിവെക്കുന്ന ആദ്യ കമ്പനിയാണ് സുസുക്കി. ഫോർഡ്, BMW തുടങ്ങിയ കമ്പനികളൊക്കെ ഈ പ്രശ്നം തങ്ങളെയും ബാധിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ നിയന്ത്രണങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയെ സാരമായ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഉൽപാദനം നിലയ്ക്കുന്നതും വില വർദ്ധിക്കുന്നതും വ്യവസായികളെയും അതുപോലെ തന്നെ ഉപഭോക്താക്കളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാൻ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.